Hi guys, so welcome to CTech Guy YouTube channel. So that we are going to the episode number 4 of our Linux series. So ഈ സീരീസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് ഗോയിങ് ടു അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ സ്ക്രീൻ റെക്കോർഡർ സെറ്റപ്പ് ചെയ്തു. ഒരു സൗണ്ട് റെക്കോർഡ് ആവാന്ന് വെച്ചാൽ സൗണ്ട് ഈ മൈക്കാണ് വെച്ചിട്ടാണ് ഞാൻ സൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ റിസീവർ എന്ന് പറയുന്നത് സി ടൈപ്പ് പോർട്ടാണ്. അപ്പോൾ എൻ്റെ ലാപ്പിൽ സി ടൈപ്പ് പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മൈക്ക് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് OBS സ്റ്റുഡിയോയിൽ വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡിങ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മൾ എഡിറ്റിങ്ങിൽ സെറ്റപ്പ് ചെയ്യും, എഡിറ്റിങ്ങിൽ പിടിക്കുക എന്നുള്ള രീതിയിൽ വെച്ചേക്കാണ്. സോ വാട്ട് ഐ വാണ്ട് ടു ഡു ഇൻ ദിസ് വീഡിയോ ഈസ് ലൈക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഉബണ്ടുവിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ചെയ്തത്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കമാൻഡ്സ്, 10 മോസ്റ്റ് എസെൻഷ്യൽ കമാൻഡ്സ് ഇൻ ഉബണ്ടു ഓർ ലിനക്സ്. ലിനക്സിലെ ഇതിൽ 10 മോസ്റ്റ് എസെൻഷ്യൽ കമാൻഡ്സ് അല്ല, ഇതിന് മുന്നേ നമ്മൾ ചെയ്യാൻ പോകുന്നത് പീക്സ് ടൂൾ, നോൺ പീക്സ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങനെ ഉബണ്ടു കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ള കുറേ കാര്യങ്ങൾ ഐ വിൽ ഗോയിങ് ടു എക്സ്പ്ലോർ ഓഫ് ദോസ് സ്റ്റെപ്സ് ഇൻ ദിസ് വീഡിയോ. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ 10 മോസ്റ്റ് എസെൻഷ്യൽ കമാൻഡ്സ് ഇൻ ഉബണ്ടു ചെയ്യും. അത് കഴിഞ്ഞിട്ട് probably the next video we will do the Linux Mint installation and then Kali Linux installation and some more other installation of എന്താ പറയുക OS operating system and doing some very scratch എന്നുള്ള കുറച്ച് കമാൻഡും കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സീരീസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡു വിത്ത് 401 ടോക്സ്. അങ്ങനെ സോ എന്തൊക്കെയായാലും ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സീരീസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ വെൽക്കം ബാക്ക് ഗൈസ്. സോ നമ്മളിപ്പോൾ ഉള്ളത് സ്ക്രീൻ ഉബണ്ടു നമ്മൾ സെറ്റപ്പ് ചെയ്ത സ്ക്രീനാണ്. സോ വി ആർ ഗോയിങ് ടു ഇൻസ്റ്റാൾ GNOME പീക്സ് ടൂൾ. GNOME പീക്സ് നിങ്ങൾക്ക് സ്നാപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ അത് കിട്ടും. ഇപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫയർഫോക്സും കൂടി സൈഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ആവുന്നില്ലത്. യെസ്, റെക്കോർഡിങ്. ഫയർഫോക്സും കൂടി സൈഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫയർഫോക്സ് അപ്പോൾ നമുക്കിതിൽ ഗ്നോം എന്നടിക്കാം. ഗ്നോം ട്വീക്സ് സെർച്ച് ചെയ്യാം ഫയർഫോക്സിൽ. ആൻഡ് നമ്മുടെ സ്നാപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സെൻറ്ററിൽ ഇതാ ഗ്നോം ട്വീക്സ് ജസ്റ്റ് സെലക്ട് ചെയ്യാം. എപ്പോഴും ഇതിൻ്റെ ആപ്പ് സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ബിക്കോസ് ഇറ്റ്സ് മച്ച് മോർ ഒപ്റ്റിമൈസ്ഡ്. സോ ഗെറ്റ് ദ പാസ്വേഡ് ഹിയർ. പാസ്വേഡ് കൊടുക്കുന്നു, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കുന്നു. ഇത് കുറേ നമ്മൾ ഉബണ്ടു ഡിഫോൾട്ടായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ GNOME പീക്സ് ടൂൾ എന്ന് പറയുന്നത്. ഇതെന്താണ് രണ്ടെണ്ണം വന്നേക്കുന്നത്? ഈ സിസ്റ്റം സ്ലോ ആയതുകൊണ്ടാണ് എനിക്ക് ചിലതൊക്കെ 2 പ്രാവശ്യമൊക്കെ ഓപ്പൺ ആയി പോകുന്നത്. കാരണം ഒരു ക്ലിക്ക് അടിച്ച് ഞാൻ ഓപ്പൺ ആകാൻ കുറച്ച് ടൈം എടുക്കും, അപ്പോഴത്തേക്ക് ഞാൻ രണ്ടാമത്തെ അടിച്ചു പോകും. ദാറ്റ്സ് എ പ്രോബ്ലം. GNOME പീക്സ് ഇതിലെന്താ ഉബണ്ടു ഫോഴ്സ് യുണൈറ്റഡ് ആണല്ലേ പീക്സിൻ്റെ. ഓക്കെ ഗീക്സ് എല്ലാം ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ വെബ്സൈറ്റ് പീക്സ് ടൂൾ. ഐ തിങ്ക് ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ഇങ്ങനെ 7 ways to customize your system with pix tool. You can have a lot of tutorials in the okay is you can have 7 ways to customize your Linux desktop with GNOME pix tool.
learn to install Groundbig tool in Ubuntu. You will learn how to use Big tool. നിങ്ങളിങ്ങനെ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി യു ക്യാൻ ഹാവ് ലോട്ട് മോർ. അധികം അത് കാണിച്ചു കഴിഞ്ഞാൽ അത് കോണ്ടന്റ് ലൈക്ക് എന്താവും, യൂട്യൂബിൻ്റെ പ്രൈവസി, യൂട്യൂബ് വീഡിയോസ് ആയിരിക്കും പലതും ഉണ്ടാവുക. അപ്പോൾ അത് മോണറ്റൈസേഷൻ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് ഐ വിൽ നോട്ട് ഗോ ഫോർ ദാറ്റ്. സോ ദാറ്റ് നമ്മൾ നമ്മുടെ സ്നാപ്പ് സ്റ്റോറിൽ തന്നെ പോവാം. ഓക്കെ, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. സോ ജസ്റ്റ് ക്ലോസ് ഇറ്റ്. നമുക്ക് ക്രോം ഫയർഫോക്സ് കൂടെ നിന്നോട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഓരോ തവണ ഓപ്പൺ ചെയ്യുമ്പോഴും ലോഡ് ചെയ്യാൻ കുറേ ടൈം എടുക്കുമല്ലോ. വിൻഡോസ് ബട്ടൺ ഞെക്കിയാൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും കേട്ടോ. ലൈക്ക് അതർവൈസ് യു ക്യാൻ ക്ലിക്ക് ഹിയർ ആൻഡ് ടൈപ്പ് ഹിയർ. ട്വീക്സ് അവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക്. ഓപ്പൺ ചെയ്യാൻ ടൈം എടുക്കും ബിക്കോസ് ഇറ്റ്സ് എ സ്ലോ സിസ്റ്റം. Very slow system. Very much slow system. ഒക്കെ കട്ട് ചെയ്യേണ്ടി വരുമല്ലോ ഇത്രയും സ്പേസ്. ഓക്കെ നിങ്ങളുടെ ഉബുണ്ടു സാൻസ്, ഉബുണ്ടു ഡോക്യുമെന്റ് ടെക്സ്റ്റ്, അതുപോലെ തന്നെ റെൻഡറിങ് ഉള്ളിലേക്ക് നിട്ട് നോക്കാം. എന്ത് സംഭവിക്കാൻ അറിയാലോ. സംഭവിക്കുന്നില്ലല്ലോ. സ്ലൈഡ് anti-aliasing for LCD screens, standard for grayscale. ഓക്കെ, അത് നമ്മുടെ ഡിസ്പ്ലേയും ഫോണിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ. ഇങ്ങോട്ട് അപ്പിയറൻസ്, കർസർ, നമുക്ക് പല രീതിയിലുള്ള കർസർ ആക്കാം. ഉണ്ടോ? ഡീസം ബ്ലാക്ക്, റെഡ് ഗ്ലാസ്, വൈറ്റ് ഗ്ലാസ്, DSM വൈറ്റ്, ഇത് തന്നെ ഈ ആറു. സോ I just DMZ white icons. യാറോ സേജിലാണ് ഇപ്പോൾ ഉള്ളത്. രാജ്യം എഡിറ്ററി വ്യത്യാസം വരും. ഓക്കെ, ഉബുണ്ടു മോണോലിത്തിക്. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇറ്റ് വിൽ ചേഞ്ച് ദ ഐക്കൺ തീംസ് ഇൻസൈഡ് കർസർ. ലെഗസി ആപ്ലിക്കേഷൻ, അത് ലെഗസി ഡയറക്റ്റ് കുറച്ച് മാറ്റമൊക്കെ വരും. കുറച്ച് ലെഗസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ ഐക്കൺസ് ആണിത്. സ്നൈപ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഡിഫോൾട്ട് ഇമേജ്, പിന്നെ അഡ്ജസ്റ്റ്മെന്റ്, സൂം ഉണ്ട്, സ്ട്രെച്ച്, അങ്ങനെ പല അപ്പിയറൻസ് ഉണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം, സൗണ്ട് തീം, മ്യൂസിക്, ട്രാക്ക് പാഡ്, ഡിസേബിൾ സെക്കൻഡറി ക്ലിക്ക്, അങ്ങനെ സാധനങ്ങൾ. കീബോർഡിൻ്റെ സാധനങ്ങൾ, ലെഫ്റ്റ് സൂപ്പർ, റൈറ്റ് സൂപ്പർ, ഓവർവ്യൂ ഷോർട്ട് കട്ട്, ലെഫ്റ്റ് റൈറ്റ്. റൈറ്റിൽ എൻ്റെ ഇപ്പോൾ ഉള്ള കീബോർഡിൽ റൈറ്റ് സൂപ്പർ കീ ഇല്ല. ലെഫ്റ്റ് സൂപ്പർ കീ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അത് വർക്ക് ആവുന്നില്ല. ഐ എം പ്രസ്സിംഗ് ദ റൈറ്റ് സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ വിൻഡോസ് കീ, ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ആൻഡ് നൗ ഇറ്റ്സ് വർക്കിംഗ്. MCAPS input. Okay. I don't know what it is. Windows. So ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻസ് ഇല്ല. സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് യു ക്യാൻ ഹാവ് ആപ്ലിക്കേഷൻസ് ലൈക്ക് ഐ എം ഹിയർ. ഫയർഫോക്സ് കൊടുത്ത് ആഡ് കൊടുത്ത് വിചാരിച്ചോ. വൺസ് യു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ വൺസ് യു ഷട്ട് ഡൗൺ ആൻഡ് സ്റ്റാർട്ട്, നിങ്ങളുടെ ഫയർഫോക്സ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ മാക്കിലൊക്കെ എനിക്കറിയാം അങ്ങനെ വരുന്നൊരു ആപ്ലിക്കേഷനാണ് സ്പോട്ടിഫൈ. എങ്ങനെയാണ് ഇപ്പോൾ അത് ക്ലോസ് ചെയ്യില്ലെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ബേസിക്കലി ഷട്ട് ഡൗൺ ചെയ്യാറേ ഇല്ലാത്തതുകൊണ്ട്
എനിക്കത് അതിൻ്റെ ആവശ്യം വരാറില്ല. മാക്കിലൊക്കെ ഇപ്പം നമ്മളെല്ലാം ഫുൾ ആപ്ലിക്കേഷൻസ് ക്വിറ്റ് ചെയ്തിട്ട് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് പിന്നെ തുറക്കുമ്പോഴേക്കും മാക്കിൽ സ്പോട്ടിഫൈ ഓപ്പൺ ആയി വരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഓഫ് ചെയ്യാനത് വഴി ഉണ്ടാവും, ബട്ട് ഞാൻ ഇതുവരെ റിസർച്ച് ചെയ്യാൻ പോയിട്ടില്ല. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻ ഫയർഫോക്സ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ആൻഡ് ഫിക്സ് ടൂൾ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇപ്പൊ തന്നെ ടൈം കുറച്ചായി. നമ്മൾ 8-10 മിനിറ്റിന്റെ വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡ് 4 വിചാരിച്ചേക്കുന്നത്. നമ്മളിനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ലിനക്സ് ഷെൽ സ്ക്രിപ്റ്റ്. അപ്പം നമുക്കൊന്ന് 10 most important Linux shell script. Just on Google ചെയ്ത് നോക്കാം. Yeah. Yes, it's give me the medium link. Mediaത്തിൽ അതല്ല set an advanced shell script commands for mastering the command line. So set, find, cut, exargs, grep, curl, t, wc, sort. സോ നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ബേസിക്കലി ഐ എം ലിറ്റിൽ ബിറ്റ് മടിയൻ. സോ ദാറ്റ് ഞാൻ സ്വന്തമായിട്ടൊരു ആർട്ടിക്കിൾ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്ത് വീഡിയോ ഇടാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത വീഡിയോയിൽ 10 ഇമ്പോർട്ടൻ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ലിനക്സ് ടൂൾസ് ഇടാം. അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ, മിക്കവാറും ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ചിലപ്പം സ്വന്തമായിട്ടൊരു കുറച്ച് കമാൻഡ്സ് എഴുതിയിട്ട് അത് എന്തിനാന്നൊക്കെ നോക്കിയിട്ടോ ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ എൻലൈറ്റ്മെന്റിൽ അടുത്ത വീഡിയോ ഇടാനാണ് പ്ലാൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ലെറ്റ്സ് സീ സംവെയർ എൽസ്. Okay, where is the so നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ അത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്. ലൈക്ക് ലിനക്സ് ഉബുണ്ടുവിടെ നോൺ പീക്സ് ടൂൾ വെച്ചിട്ടുള്ള കസ്റ്റമൈസേഷൻ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം how to install Mac like theme or Windows like theme on Ubuntu using Pix tool എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽസ് യൂട്യൂബിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ ആൻഡ് ഈസി കസ്റ്റമൈസേഷൻ ആണ്. Ubuntu allows you a wide range of customization. സോ അതല്ല നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് ഷെൽ കമാൻഡ്സ് ആണ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുന്ന ടൈമിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ലൈക്ക് കുറച്ച് ഷെൽ സ്ക്രിപ്റ്റ്, 10 അഡ്വാൻസ്ഡ് ഷെൽ സ്ക്രിപ്റ്റ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വെച്ചിട്ട് ഒരു 10 അഡ്വാൻസ്ഡ് ഷെൽ സ്ക്രിപ്റ്റ് അതൊന്നും ആ ആർട്ടിക്കിൾ ഒന്ന് ഞാൻ വായിച്ചൊന്ന് സെറ്റായിട്ട് അത് ആ ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ളൊരു 10 അഡ്വാൻസ്ഡ് ഷെൽ സ്ക്രിപ്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിൽ ഡെലിവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെയും കുറച്ചും കൂടി സ്ക്രിപ്റ്റ്സ് എനിക്ക് അറിയാവുന്ന നമുക്ക് ഉബുണ്ടുവിൽ ചെയ്യുന്ന LS CD അതിൻ്റെ ഫയൽ സ്ട്രക്ചർ എക്സ്പ്ലോറേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 10 ഷെൽ സ്ക്രിപ്റ്റ്സ് വിച്ച് ആർ യൂസ് കേസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം റിസർച്ച് നടത്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് തരാം. സോ ഓൾ യു നീഡ് ഈസ് ടു stay tuned, share this video to your friends who is really interested in tech and something. So that's all. Please share, subscribe, and continue watching my videos till now and forever. Thank you. Bye bye.